എഫ് തുക ലഭിക്കാത്തതിൽ മനം നൊന്ത് ശിവരാമൻ ആത്മഹത്യ ചെയ്തതിന് ഉത്തരവാദി PF ഓഫീസിലെ ജീവനക്കാരാണെന്ന് ശിവരാമന്റെ ബന്ധുക്കൾ ആരോപിച്ചു. ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണമാണ് ശിവരാമന്റെ ആത്മഹത്യയിൽ കലാശിച്ചതെന്നും ഇവർ ആരോപിച്ചു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ശിവരാമന്റെ മരണത്തിന് ഉത്തരവാദി PF ഓഫീസിലെ ഉദ്യോഗസ്ഥരാണെന്ന് ശിവരാമന്റെ സഹോദരി ഭർത്താവ് സുകുമാരൻ പറഞ്ഞു. PF നിഷേധിച്ചതിൽ മനംനൊന്താണ് ശിവരാമൻ ആത്മഹത്യ ചെയ്തതെന്നും പണം ലഭിക്കാത്തതിൽ ശിവരാമൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. 80,000 രൂപയാണ് കിട്ടാനുണ്ടായിരുന്നത്. പിന്നെ ആളവിടെ ചെന്ന് കഴിഞ്ഞ് അതിൻ്റെ പൈസ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞാണ്ട് അത് നിരുത്സാഹപ്പെടുത്തി തിരിച്ചുകൂടെ ചെയ്തത്. അപ്പോൾ അവസാനം പറഞ്ഞ ആളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ആധാർ കാർഡിലുള്ള രീതിയിൽ അവർ ഹാജരാക്കിയിട്ടു. അത് പോരാ. ഇപ്പോൾ PO ഓഫീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പുള്ളിയാണ് അത് കൊടുക്കാൻ ഇങ്ങനെ കഴിയില്ല എന്നുള്ള രീതിയിൽ പെരുമാറി. അതിൻ്റെ ഭാഗമായിട്ടാണ് ആൾ ഇന്നലെ പോയിസൺ അടിച്ചെന്ന് അറിയപ്പെടുന്നത്. മരിച്ച ശിവരാമന്റെ മകനും പ്രതികരിച്ചു. നോട്ടറി വക്കീലിന്റെ സർട്ടിഫിക്കറ്റും കോൺട്രാക്ടർ സർട്ടിഫിക്കറ്റും തന്നാൽ ഞങ്ങളെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം റെഡിയാക്കി കൊണ്ടുകൊടുത്തു. ഇത്രയും അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് അവസാനം എന്താ പറയുക, വീണ്ടും സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. നമ്മൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് യാതൊരു വഴിയില്ല. അത് നമ്മൾ അവരെ അറിയിച്ചതാണ്. സർട്ടിഫിക്കറ്റ് അവിടെ ഇല്ല, അതിൻ്റെ കോപ്പി ഇല്ല. പിന്നെ നിങ്ങൾ അടുത്തൊരു വഴി പറഞ്ഞതിന് പകരം അവർ ഇതന്നെ കൊണ്ടുവരണം എന്നുള്ളൊരു വാക്കാണ് അവർ പറഞ്ഞത്. PFന്റെ ഓഫീസ് പലതവണ കയറിയിറങ്ങിയിട്ടും ഫലമുണ്ടായില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. PF ഓഫീസ് ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും നൽകിയിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. എന്നിട്ടും നീതി നിഷേധിച്ചെന്നും ഇനിയാർക്കും ഇങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടാകരുതെന്നും സുകുമാരൻ വ്യക്തമാക്കുന്നു. ക്യാൻസർ രോഗിയായിരുന്നു മരിച്ച ശിവരാമൻ. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ കരാർ തൊഴിലാളിയായിരുന്നു. വിരമിച്ച് 9 കൊല്ലമായിട്ടും PF വിഹിതം ലഭിച്ചിരുന്നില്ല. 67 വയസ്സുണ്ടായിരുന്ന ശിവരാമന് ചെറിയ കാലയളവ് മാത്രമാണ് അപ്പോളയിൽ കരാർ ജീവനക്കാരനായി തൊഴിലെടുക്കാനായത്. റിപ്പോർട്ടർ ജെയ്സൺ, തൃശൂർ.